ഹലോ മജുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. 2 ദിവസം മുന്നേ ഞാൻ നമ്മുടെ ചാനലിൽ ഒരു വോട്ടിംഗ് നടത്തിയായിരുന്നു. എന്തുകൊണ്ട് നമ്മുടെ ചാനലിൽ ഇപ്പൊ വ്യൂസ് കുറയുന്നു എന്ന് ചോദിച്ച്. എനിക്കറിയാം നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിലും കറണ്ട് ഉണ്ടാവില്ല, ഫോണിൽ ചാർജ് ഉണ്ടാവില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളോട് മറ്റൊരു കാര്യം പറയാണ്ട്, ദയവ് ചെയ്തിട്ട് ഈ ഒരു ക്ലൈമറ്റിൽ സ്കൂളുകൾക്കൊക്കെ അവധി തരുന്നത് തന്നെ നിങ്ങൾ പുറത്ത് പോവാതിരിക്കാനായിട്ടാണ്. ദയവ് ചെയ്ത് പുറത്തേക്ക് പോവാതിരിക്കുക, സേഫ് ആയിട്ട് നിങ്ങൾ വീട്ടിലിരിക്കുക. ഓക്കെ, എന്തായാലും വ്യൂസ് കുറയുന്നതിനെ കുറിച്ചിട്ട് ഞാനൊരു വോട്ടെടുപ്പ് നടത്തിയല്ലോ. ഞാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ കൂടുതലായിട്ടും പറയാൻ പോകുന്നതേ എന്ന് വിചാരിച്ചു. എന്നാൽ അൺഎക്സ്പെക്റ്റീവ്ലി ഞാൻ ആ റിയാലിറ്റി മനസ്സിലാക്കി. നമ്മുടെ ചാനലിൽ ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്ന കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ല എന്ന്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ നല്ല കഥകൾ തന്നെയാണ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത്. എന്താണ് മാറ്റം വരുത്തേണ്ടത് അത് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണം. എന്തായാലും കഥയുടെ സെലക്ഷനിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. സോ ആ വകയിൽ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഹൊറർ മൂവിയുടെ കഥയാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. തുടക്കത്തിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കാണുന്ന ഈ മൂവിയുടെ അവസാന ഭാഗം ഭയങ്കര വയലന്റ് ആയിരിക്കും. ഷുവർ, ഞാൻ തീർച്ചയായിട്ടും പറയാണ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള വയലൻസ് ആയിരിക്കും. കഥയെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ടൊന്നും അറിയേണ്ടതേ, നേരെ കഥയിലേക്ക് പോയിക്കോളൂ, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ വലിയൊരു പണക്കാരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വേലക്കാരി വല്ലാതെ അവിടെ നടന്ന ചില സംഭവങ്ങൾ കണ്ട് ഭയന്ന് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നിട്ട് ഡോക്ടറോട് കാര്യങ്ങൾ പറയാണ്. ഡോക്ടറെ, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ എന്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ അവിടെ കണ്ട കാര്യങ്ങൾ ഡോക്ടറോട് പറയാം. അതായത് ആ വീട്ടിൽ ഒരു കുട്ടിയുണ്ട്, ഗയ. അവളെ നോക്കാനായിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ആ വീട്ടിലെ ആ കുട്ടിയുടെ അമ്മയായിട്ടുള്ള ഉമ, അതുപോലെ തന്നെ അച്ഛനായിട്ടുള്ള മിറാക്ക്, രണ്ടുപേരും ഒരു വ്യത്യസ്ത സ്വഭാവക്കാരാണ്. അതുപോലെ ഈ ഒരു കുഞ്ഞിനെ ഞാൻ നോക്കാനായിട്ട് എപ്പോഴും അവളുടെ അടുത്ത് തന്നെ ഉണ്ടാകും. ഒരു ദിവസം രാത്രി അവൾ ഉറക്കി കിടത്തി. അവളുടെ അടുത്ത് എപ്പോഴും ഒരു കുരങ്ങിന്റെ പാവ ഉണ്ടാവും. അത് അവളുടെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ അവൾ ഉറക്കിയിട്ട് തിരിച്ചു പോയത്. എന്നാൽ തിരിച്ചു പോകുന്ന സമയത്ത് എന്റെ പിന്നാലെ ആ ഒരു കുരങ്ങ് പാവ വരുന്നത് പോലെ എനിക്ക് ഫീലായി. ഒരു വല്ലാത്ത ഭയം എന്റെ ഉള്ളിലേക്ക് വന്നു സാറേ. അതിനുശേഷം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ഒറിജിനൽ ഒരു കുരങ്ങായി മാറി എന്നെ ആക്രമിക്കാൻ വരുന്നതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് അവിടെ ഇനി നിൽക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഡോക്ടറെ, ആ കുരങ്ങ് മാത്രമല്ല, അവിടെ മറ്റെന്തോ ഒരു കാര്യം കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്ത്രീയെ. അതാരാണെന്ന് എനിക്കറിയില്ല. അവ്യക്തമായ ആ ഒരു രൂപം. ഇതൊക്കെ എന്റെ തോന്നലാണ് ഡോക്ടറെ എന്ന് പറയുമ്പോൾ ആയിരിക്കാം എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വേലക്കാരി ഇനി ഇവിടെ ജോലി ചെയ്യില്ല. അപ്പൊ അവിടുത്തെ ഉടമയായിട്ടുള്ള ഉമയുടെ അടുത്തേക്ക് ചെന്നിട്ട്, മാഡം, എനിക്ക് ഇതുപോലെയൊക്കെ കാര്യങ്ങളുണ്ട്, ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, നീ നിൽക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നൊന്നുമില്ല. ഉമ പറയാണ്, നിനക്ക് പോകണമെങ്കിൽ പൊയ്ക്കോ എന്ന്. ഇതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന വേലക്കാരനോട്, അതായത് ഡ്രൈവറോട്, എത്രയും പെട്ടെന്ന് തന്നെ മറ്റൊരു വേലക്കാരിയെ കണ്ടുപിടിക്കണം എന്ന് പറയാണ്. അങ്ങനെ ഇപ്പോ ആ ഒരു വേലക്കാരി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് രാത്രി ഗയെ ഉറക്കാൻ പോകുന്നത് അവളുടെ അമ്മയായിട്ടുള്ള ഉമ തന്നെയാണ്. അപ്പൊ ഗയെ ചോദിക്കാണ്, അമ്മ, ആ ഒരു വേലക്കാരി പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കാണ്. ഇപ്പൊ ഉമ പറയാണ്, മോളെ, അതൊന്നും വിശ്വസിക്കരുത്. കാരണം ഈ പ്രേതം ഭൂതം എന്നൊക്കെ പറയുന്നതൊന്നും യഥാർത്ഥത്തിലില്ല. അതൊക്കെ നുണയാണ്. അതല്ല അമ്മ, ആ വേലക്കാരി പറയുന്ന ആ ഒരു കാര്യങ്ങൾ ഞാനും കാണാറുണ്ടെന്ന് പറയാണ്. ഗയ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒരു തോന്നലാണ്, നീ ഉറങ്ങിക്കെന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മ അവിടുന്ന് വേഗം പോവാണ്. പോകുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടിയുടെ കട്ടിലൂടെ ഒരു ജീവനുള്ള കുരങ്ങ് പോകുന്നതായിട്ട് ഉമയ്ക്ക് തോന്നുന്നുണ്ട്. ചെറിയൊരു ഭയം തോന്നിയെങ്കിലും പിന്നീട് അത് സില്ലയാക്കി എടുക്കുകയാണ്. ആ പോട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഉമ പോയി കഴിഞ്ഞപ്പോൾ ഗയ അവൾക്കുള്ളിൽ വല്ലാത്തൊരു പേടി തോന്നുകയാണ്. ഇരുട്ടത് അവളുടെ അടുത്തേക്ക് ആരോ വരുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആ ഒരു രൂപം അവളെ ആക്രമിക്കുന്നൊന്നുമില്ല. അവളുടെ അടുത്തേക്ക് വരാനായിട്ട് ആ ഒരു രൂപം ശ്രമിക്കുകയാണ്. പക്ഷേ അതിന്റെ ആ ഒരു ഘോരമായ രൂപം കണ്ട് തന്നെ ഗയ ആകെ ഭയന്നു പോവാണ്, നിലവിളിക്കുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു ഡോക്ടറെ ഇവര് വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, കുട്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ അവളുടെ ഒരു തോന്നൽ മാത്രമാണ്. പിന്നെ അവൾക്ക് അവളുടേതായ ചില കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയ പ്രായത്തിൽ നിങ്ങൾ കൊടുക്കണം. അത് കൊടുത്താൽ അവളുടെ ഒരു തോന്നലുകളൊക്കെ ഇല്ലാതാവും. ആ ഒരു കെയറിങ് നിങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയണം. ആ, കൊടുത്തോളാന്ന് ഇപ്പൊ ഉമയും മിറാക്കും പറയുന്നുണ്ടെങ്കിലും ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം ഇവരിത് വലിയ കാര്യമാക്കി ഒന്നും എടുക്കുന്നില്ല. ഈ കുഞ്ഞെന്തോ അവർക്കൊരു ബാധ്യത പോലെ, അതായത് നന്നായിട്ട് അതിനെ നോക്കുന്നില്ല. ഒരു ചെറിയ പെൺകുട്ടിയല്ലേ. എന്തായാലും എല്ലാം കഴിഞ്ഞ് രാത്രിയായപ്പോ ഈ ഉമയുണ്ടല്ലോ, അവളുടെ കയ്യിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതിലേക്ക് എന്താ സങ്കടമാണോ ദേഷ്യമാണോ അല്ലെങ്കിൽ എന്ത് വികാരം തരുന്നില്ല. ആ ഫോട്ടോയിലേക്ക് അങ്ങനെ നോക്കുകയാണ്. ഇവിടെ സീൻ കട്ടായി പിറ്റേ ദിവസമായി. ഇവിടെയാണ് ചാപ്റ്റർ 1 ആരംഭിക്കുന്നത്, ദ മെയ്ഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് 3 ചാപ്റ്ററാണ് ഈ ഒരു സിനിമയിലുള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ 1ന്റെ ആദ്യത്തിൽ തന്നെ ഒരു പുതിയ വേലക്കാരിയെ വേണമെന്ന് പറഞ്ഞല്ലോ. സോ അങ്ങനെ ഒരു പുതിയ വേലക്കാരി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവളുടെ പേര് ജോയ് എന്നാണ്. ചെറിയൊരു പെൺകുട്ടിയാണ് അവള്. അവളിപ്പോ ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ട് ഇതിന്റെ ഒരു വലിയ ഒരു ഉള്ളത്തെ സൈസും കാര്യങ്ങളൊക്കെ കണ്ട് അവളാകെ ഭ്രമിച്ചു പോവാണ്. ഇത്രയും വലിയ വീട്ടിലാണോ ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ഭയങ്കര അമ്പരപ്പില് ജോയ് അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു വേലക്കാരി വരികയാണ്. കുറച്ച് സീനിയർ ആയിട്ടുള്ള വേലക്കാരിയാണ്. അതുകൊണ്ട് തന്നെ സീനിയർ സെർവന്റ് എന്ന് പറയാം. അവരാണെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയി തോന്നുന്നു. ഇപ്പൊ അവര് പറയാണ്, ജോയ്, നിനക്ക് ഇവിടെ ജോലി സ്ഥിരമായിട്ട് വേണമെങ്കിൽ ഇവിടെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളുണ്ട്, നിർബന്ധമായിട്ടും അത് ഫോളോ ചെയ്യണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നേരെ ഈ ജോയ് നോക്കേണ്ട കുട്ടിയുണ്ടല്ലോ, നമ്മുടെ ഗയ, അവളുടെ റൂമിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ഈ ഒരു മോളെയാണ് നീ നോക്കേണ്ടത്. ചെറുപ്പം മുതലേ ഇവൾക്ക് ചെറിയ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കെയർ ചെയ്ത് ഈ ഒരു കുട്ടിയെ നോക്കണമെന്ന് പറയാണ്. ഇവൾ ജനിച്ചതിൽ പിന്നെ
തന്നെ ഈ ഒരു വീടിന്റെ പുറത്തേക്ക് ഇവളെ തീരെ കൊണ്ടുപോയിട്ടില്ല. കാരണം അവളുടെ അസുഖം അങ്ങനെയാണ്. നമ്മുടെ ഗയയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആ ഒരു കുട്ടി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പറിൽ ഒരു ചിത്രം അങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനുശേഷം ഈ വീട്ടിൽ ആ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ജോയിക്ക് താമസിക്കാനായിട്ട് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അത് കാണിച്ചു കൊടുക്കാണ്. ആ ഗസ്റ്റ് ഹൗസിന് വലിയൊരു വീടായിരുന്നു കേട്ടോ. അത് കണ്ടും അവൾ വല്ലാതെ അമ്പരപ്പെട്ടു പോകുന്നുണ്ട്. ഈ ഒരു വീട്ടിലാണോ ഞാൻ നിൽക്കേണ്ടത്? അതെ, ഈ വീട്ടിൽ നീ ഒറ്റയ്ക്കാ നിൽക്കേണ്ടത് എന്ന് പറയണം. സംഗതി വലിയ വീടാണെങ്കിലും കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു ഭയവും തോന്നുന്നുണ്ട്. പിന്നെ എന്തായാലും ഉള്ളിലേക്ക് വന്നു അവളുടെ ആ ഒരു സാധനങ്ങളൊക്കെ അവിടെ വെക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവൾക്കായിട്ടുള്ള ആ ഒരു യൂണിഫോമും ആ ഒരു ബെഡിലുണ്ടായിരുന്നു. അതെടുത്ത് കണ്ണാടിയിൽ വെച്ച് അങ്ങനെ നോക്കുന്ന സമയത്ത് മുകളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. ചെറിയൊരു വിളക്കുമായിട്ട് അവൾ നേരെ സ്റ്റെയർ കയറി മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അവിടെ ആരുമില്ല. പിന്നീട് താഴേക്ക് വന്നു. അവളുടെ കയ്യിൽ കുറച്ച് ലെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വായിക്കുമ്പോൾ അവളുടെ പാസ്റ്റ് ലൈഫ് അവൾക്ക് ഓർമ്മ വരികയാണ്. പാസ്റ്റ് ലൈഫിൽ ശരിക്കും അവൾ സെർവന്റ് ആയിട്ട് മറ്റൊരു വീട്ടിൽ ജോലി ചെയ്തായിരുന്നു. എന്നാൽ ആ വീട്ടിലുണ്ടായിരുന്ന ഒരു ഇംഗ്ലീഷുകാരൻ അവൾ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ശരിക്കും ആ ഒരു ജോലി അവൾ ഉപേക്ഷിച്ചത് തന്നെ. എന്തായാലും കുറച്ച് യാത്ര ചെയ്ത് വന്നതാണ്. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് നന്നായിട്ടൊന്ന് കുളിച്ച് കിടന്നുറങ്ങുകയാണ്. ആ സമയത്താണ് വാതിലിനരികിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ ദാണ്ടെ അവിടെ ഒരു കൈ കാണുകയാണ്. അധികം വൈകിൽ ആ ഒരു കൈ അവളുടെ അടുത്തേക്ക് വരികയാണ്. ആ ഒരു വല്ലാത്ത രൂപത്തെയും അവൾ കാണുന്നുണ്ട്. പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്നും അവൾ ചാടി എഴുന്നേറ്റു. എന്താണ് ഇങ്ങനെ ഒരു സ്വപ്നം എന്നൊക്കെ അവൾ വിചാരിക്കുകയാണ്. എന്തായാലും പിറ്റേ ദിവസമായി. ഫസ്റ്റ് ഡേ ആണ് ഇന്ന് നമ്മുടെ ജോയുടെ വർക്കിന്റെ. എന്തായാലും ഉമയെ കാണാനായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പണക്കാരിയായിട്ടുള്ള സ്ത്രീയല്ലേ, അതിൻ്റെതായ ആ ഒരു ഹുങ്കും കാര്യങ്ങളൊക്കെ ഉമ കാണിക്കുന്നുണ്ട്. വലിയ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ജോലി നീ എന്തിനാ ഉപേക്ഷിച്ചെന്ന് ചോദിക്കുമ്പോൾ ജോയി പറയാണ്, അത് പിന്നെ അവരൊരു ഇംഗ്ലീഷുകാരായിരുന്നു, അവർ ഈ നാട്ടിലേക്ക് താൽക്കാലികമായിട്ട് വന്നതാ, ആ ജോലി കഴിഞ്ഞപ്പോൾ അവര് തിരിച്ചുപോയി, അപ്പൊ എന്റെ ജോലിയും പോയി എന്ന് പറയാണ്. ഓക്കെ, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. എനിക്കറിയാം, ആ ഒരു മോളെ നോക്കാനായിട്ടല്ലേ, ആ ജോലി ആ നന്നായിട്ട് ചെയ്യാന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവളുടെ ജോലിയുടെ ആദ്യ ദിവസം ആരംഭിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അത്രയും വലിയ കൊട്ടാരം പോലെയുള്ള ആ ഒരു വീട്, ഭയങ്കരമായിട്ടുള്ള ഒരു സൈലൻസ് ആയിരുന്നു ആ ഒരു വീട് മുഴുവനും. എന്തായാലും അവൾക്ക് കിട്ടിയ ഒരു ജോലി അത് നന്നായിട്ട് തന്നെ ജോയി ചെയ്യുന്നുണ്ട്. ഗയ നന്നായിട്ട് നോക്കാണ്. രണ്ടുപേർക്കിടയിലും ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം ജോയ് ഒരു കുട്ടിക്കളി തന്നെയാണ്. അതായത് ചില പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ, കുറച്ചൊക്കെ വളർന്നിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ചൈൽഡിഷ്നെസ് ഉണ്ടാവും. അതേപോലെ ഒരു കുട്ടിയാണ് ഈ ഒരു ജോയ്. എന്തായാലും ഗയക്ക് ഭയങ്കരമായിട്ട് ജോയ് ഇഷ്ടമാവുന്നുണ്ട്. അന്നേ ദിവസം നന്നായിട്ട് തന്നെ അവളെ നോക്കുകയാണ്. ഗയ ഉറക്കാനായിട്ട് നേരെ ബെഡിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പോവാൻ നിൽക്കുമ്പോൾ ഗയ പറയാണ്, ചേച്ചി എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന്. ഇപ്പൊ ജോയിയുടെ അമ്മ അവൾക്ക് ചെറുപ്പത്തിൽ ഒരു പാട്ട് പാടിക്കൊടുത്തായിരുന്നു. ആ പാട്ട് പാടിക്കൊടുത്തിട്ട് ഗയ ഉറക്കുകയാണ്. അവളുടെ തൊട്ടരികിൽ തന്നെ ആ ഒരു കുരങ്ങിന്റെ ബൊമ്മയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചു പോകാൻ നേരത്ത് ജോയ് നോക്കുമ്പോൾ അതേ ആ ഒരു കുരങ്ങു ബൊമ്മ അവളെ തന്നെ നോക്കുന്നതായിട്ട് അവൾക്ക് ഫീൽ ആവുകയാണ്. പിന്നെയും പോകാൻ നോക്കുമ്പോൾ ഇതുപോലെ തന്നെ മറ്റാരോ ഒരാൾ അവളുടെ പിന്നിലായിട്ട് നിൽക്കുന്നത് പോലെ ഒരു ഫീലിംഗും തോന്നുന്നുണ്ട്. അതൊരു തോന്നലായിരിക്കുമെന്ന് കരുതി ജോയ് പുറത്തേക്ക് വരികയാണ്. ഈ സമയത്താണ് നമ്മുടെ ജോയ് ഉണ്ടല്ലോ ആദ്യമായിട്ട് ഈ വീട്ടിലെ ഉടമസ്ഥനെ കാണുന്നത്, അതായത് ഉമയുടെ ഭർത്താവായിട്ടുള്ള മിറാക്കിനെ. എന്തായാലും പിന്നീട് ജോയ് വേഗം തന്നെ അവളുടെ മുറിയിലേക്ക് പോവാണ് കിടന്നുറങ്ങാനായിട്ട്. ഇതിനുശേഷം അതായത് രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്ന സമയത്ത് അടുക്കളയിൽ ഒരു കുക്കിംഗ് സെർവന്റ് ഉണ്ട്. അവരുമായിട്ട് ആൾ നല്ല തമാശക്കാരിയാണ് കേട്ടോ. അപ്പൊ ആ ഒരു കുക്കുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് കമ്പനി ആവുന്നുണ്ട് ജോയ്. എന്നാൽ ഇത് ആ ഒരു മെയിൻ സെർവന്റിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല. അപ്പൊ ആ ഒരു മെയിൻ സെർവന്റ് പറയാണ്, അടക്കോ ഒതുക്കത്തിലൊക്കെ ഇവിടെ നിന്നാലേ നിന്റെ ജോലി സ്ഥിരമായിട്ട് കിട്ടുള്ളൂ, അതുകൊണ്ട് വെറുതെ കുന്തളിപ്പ് കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ. അതേ സമയത്തിന് മെയിൻ സെർവന്റ് അവൾക്കായിട്ടൊരു ചോക്ലേറ്റ് കൊടുക്കണം. അത് അവരായിട്ട് കൊടുത്തതല്ല, ഇവിടുത്തെ ഓണർ ഉണ്ടല്ലോ മിറാക്ക് ഈ ജോയിക്ക് വേണ്ടി തന്നതാണെന്ന് പറയാണ്. ആദ്യമൊക്കെ ജോയ് ഇത് വേണ്ട എന്ന് പറഞ്ഞപ്പോ മറ്റേ ഒരു തമാശക്കാരിയായിട്ടുള്ള കുക്ക് ഉണ്ടല്ലോ, മേടിച്ച് കഴിച്ചോ എന്നൊക്കെ പറയാണ്. എന്തായാലും ഇതിന് ശേഷം വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അത് സെർവ് ചെയ്യാനായിട്ട് ജോയ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ട് തന്നെ, ഭയങ്കര ആ ഒരു ചിട്ടയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ ആ സമയത്ത് ആ ഒരു ടേബിളിലേക്ക് നോക്കിയേ ഭർത്താവും ഭാര്യയും ഉമയും മിറാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ചിരിക്കുന്നില്ല. ഈ മിറാക്കിനും നോക്കുകയാണെങ്കിൽ എന്തൊക്കെയോ വലിയൊരു നഷ്ടബോധം ഉള്ളതുപോലെയാണ്. എന്താണാവോ, വലിയ പണക്കാരായതുകൊണ്ടായിരിക്കണം അവർക്കിടയിൽ എന്തൊക്കെയോ ഒരു ഡിസ്റ്റൻസ് പോലെ, അറിയില്ല. എന്തായാലും അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഒരു കുട്ടിയുണ്ടല്ലോ ഗയ, അവളെ കുളിപ്പിക്കുന്ന ജോയിയാണ്. അപ്പൊ ജോയ് ഗയോട് ചോദിക്കണം, മോളെ ഇത്രയും വർഷമായിട്ട് നീ ഒരു വീടിന്റെ പുറത്തേക്ക് പോയിട്ടേ ഇല്ലേ? ഇല്ല ചേച്ചി, ഞാൻ എവിടെയും പോവാറില്ല, എനിക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോവാറില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഗയ നേരെ ജോയിയുടെ പിന്നിലേക്ക് നോക്കാണ്. ജോയും ആകെ പേടിച്ചു പോയി, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് കരുതിയിട്ട്. നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ആരെയും കാണാനില്ല. എന്നാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആരും ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ ഒരു പ്രസൻസ് ഇപ്പൊ ജോയിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഗയുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഈ ഒരു പ്രസൻസ് ജോയിക്ക് ഫീൽ ആവുന്നത് കേട്ടോ. എന്തായാലും ഈ ജോയും ഗയും നന്നായിട്ട് അടുക്കുന്ന കാര്യമൊക്കെ മറഞ്ഞിരുന്നു കൊണ്ട് ഉമ, അതായത് ആ ഒരു കുട്ടിയുടെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ ജോയ് അവളുടെ ആ ഒരു റൂമിന്റെ പുറത്തേക്ക് വരികയാണ്. ഇപ്പൊ അവളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ എന്തോ ഒരു മാറ്റം പോലെ, ഒരുമാതിരി ഒരു സൈക്കോയെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്തിനാണെന്നറിയില്ല ആ വലിയ വീട്ടിലെ ബുക്കുകളൊക്കെ വെച്ച ഒരു റൂമുണ്ട്, അതിലൂടെ അവൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഗയ ഉണ്ടല്ലോ, അവൾ ഉറങ്ങാൻ കിടന്നതിന് ശേഷം വീണ്ടും അവൾ എഴുന്നേൽക്കുകയാണ്. അവളുടെ അടുത്തേക്ക് ആ ഒരു ഘോരമായിട്ടുള്ള രൂപം പയ്യെ വരുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ ഗയ അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജോയ് ആണെങ്കിൽ ആ ഒരു ബുക്ക് ഷെൽഫിന്റെ ഇടയിലൂടെ ഓരോ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ അവൾക്കൊരു ഫോട്ടോ കിട്ടുകയാണ്. അതേ സമയത്ത് തന്നെ ഈ ബുക്കിന്റെ കണ്ണാടി ഷെൽഫ് ഉണ്ടല്ലോ, ഇതിൽ ചില റിഫ്ലക്ഷൻസ് കണ്ട് അവൾ ഞെട്ടി വിറച്ചോടുകയാണ്. നേരെ ഗയുടെ അടുത്തേക്കാണ് പോകുന്നത്. ആ സമയത്ത് ഗയുടെ അടുത്തിരിക്കുന്ന ആ ഒരു രൂപത്തെ അവൾ കാണുന്നുണ്ട്. ഉറക്കനെ ഗയെ വിളിക്കുകയാണ്. എന്നാൽ ഉള്ളിൽ ഗയ ഉണ്ടായിരുന്നില്ല. ഗയ റൂമിന്റെ പുറത്തായിരുന്നു.
ആയിരുന്നു. ശരിക്കും അത് ഈ ജോയിയുടെ ഒരു തോന്നലായിരുന്നു. അങ്ങനെ ഇപ്പൊ ഗേ എടുത്തുകൊണ്ട് ജോയി നേരെ താഴോട്ട് ഓടുകയാണ്. എല്ലാവരും ഒച്ചയും ബഹളം കേട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ ജോയിയുടെ കയ്യിൽ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഈ ഫോട്ടോയിൽ കാണുന്ന ഈ സ്ത്രീയെ ഞാനൊരു വല്ലാത്ത രൂപത്തിൽ കണ്ടു എന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് ഉമ്മ പറയണ ഇവളോ, ഇതൊക്കെ ഒരു സില്ലി കേസാണ്, ഒഴിവാക്ക്, അതൊക്കെ നിന്റെ തോന്നലാന്ന് പറഞ്ഞിട്ട് ഉമ്മ പോയി കെടുക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ജോയിയുടെ ഉള്ളിൽ ആ ഒരു ഭയമുണ്ട്. ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ ഉമ്മ പറയാണ് നിന്നെ പോലെ തന്നെ ഇതിനു മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ജോലിക്കാരിയാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഉമ്മ പറയുന്നില്ല കേട്ടോ. ഇപ്പൊ എല്ലാവരും തിരിച്ചു പോകുന്നുണ്ട്. ഇതേ സമയത്തിന് ഉമ്മ അവളുടെ റൂമിലേക്ക് പോയിട്ട് ഈ ജോലിക്കാരിയെ കുറിച്ച് ആലോചിക്കുകയാണ്. അവളുടെ പേര് പ്ലോയി എന്നായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങോട്ടേക്ക് വന്ന പ്ലോയിയോട് ഈ ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മാത്രമല്ല ഉമ്മയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഈ പ്ലോയിയോട് പറയാറുണ്ടായിരുന്നു. അതായത് അവരുടെ ഭർത്താവ് മിറാക്ക് എപ്പോഴും പൈസ, ബിസിനസ് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നാലെ തന്നെയായിരിക്കും. ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു മിറാക്ക് കൊടുക്കാറില്ല. എന്നാൽ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് ഉമ്മയുടെ അടുത്ത് വന്നിരുന്ന പ്ലോയി പറയാണ്, മേഡം നിങ്ങൾ ഇങ്ങനെ വിഷമിക്കേണ്ട, കാരണം നിങ്ങളുടെ ഭർത്താവിന് ഒരുപാട് ജോലി തിരക്കുള്ളത് കൊണ്ടായിരിക്കും നിങ്ങളുടെ ഈ ഫാമിലിയും കാര്യങ്ങളൊക്കെ നോക്കേണ്ടേ, അദ്ദേഹത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ. എന്തായാലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും സംഗതി അങ്ങനെയല്ല. ഈ ഉമ്മയും മിറാക്കും രണ്ടുപേരും നോക്കുകയാണെങ്കിൽ അവരുടെ റിലേഷൻ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ടേക്ക് പോകുന്നത്. അതുപോലെ തന്നെ എന്തോ ഒരു വലിയ വർക്ക് വന്നിട്ടുണ്ട്. ആ വർക്ക് ഇപ്പൊ മിറാക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഉമ്മ പറയാണ് അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, എന്റെ അച്ഛൻ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ മിറാക്ക് ഒന്നും അല്ലാത്ത ഒരാളാണ്. ഈ ഉമ്മയാണ് ഒരു റിച്ച് ഫാമിലി. ഈ ഫാമിലിയിലേക്ക് വന്നിട്ടാണ് മിറാക്കിന് ഈ ഒരു ബിസിനസ് കിട്ടുന്നതും ആ ബിസിനസ്സിലേക്ക് അവൻ കടക്കുന്നതൊക്കെ. സത്യം പറഞ്ഞാൽ ഭാര്യയുടെയും അതുപോലെ തന്നെ അമ്മായിയപ്പന്റെയും കീഴിൽ നിൽക്കുന്ന ഒരു ഭർത്താവ് ഉദ്യോഗം മാത്രമാണ് അവനുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ലൈഫ് മിറാക്കിന് തീരെ ഇഷ്ടാവുന്നില്ല, ഫ്രസ്ട്രേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഭാര്യയായിട്ടുള്ള ഉമ്മയോട് അത്ര നല്ല റിലേഷനിലല്ല അവനുള്ളത്. എപ്പോൾ വേണമെങ്കിലും വിട്ടു പോകാം എന്നുള്ള ആ ഒരു കണ്ടീഷനിലാണ്. സോ ഉമ്മയ്ക്കും ഇപ്പൊ അവൾക്ക് വേണ്ടതായ ചില കാര്യങ്ങളൊന്നും കിട്ടുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉമ്മയോട് ഭയങ്കര സ്നേഹത്തിൽ പെരുമാറുന്ന ആ ഒരു വേലക്കാരിയായിട്ടുള്ള പ്ലോയോട് അവൾക്കൊരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് വേലക്കാരിയായിട്ടുള്ള വളരെ സുന്ദരിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള പ്ലോയോട് ഒരു വല്ലാത്ത ഇഷ്ടം ഉമ്മയ്ക്ക് തോന്നി. അതെല്ലാ രീതിയിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും, അതായത് ഒരു ലെസ്ബിയൻ റിലേഷൻഷിപ്പ് എന്ന് പറയാം. എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഉമ്മ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇവിടെ ചാപ്റ്റർ 1 കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2 തുടങ്ങുന്നത് തന്നെ അടുക്കളയിൽ കാണിച്ചുകൊണ്ടാണ്. ആ അടുക്കളയിൽ ഇപ്പോ ജോയി ഉണ്ട്, മറ്റേ കുക്കിംഗ് വേലക്കാരിയുണ്ട്, അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ആ ഒരു വേലക്കാരിയുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ആ ഒരു വേലക്കാരിയോട് നമ്മുടെ ഈ ഒരു ജോയി ചോദിക്കുകയാണ്, അല്ല ആരാണ് ഈ ഒരു പ്ലോയി, അവളെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ മെയിൻ ആയിട്ടുള്ള വേലക്കാരി പറയാണ്, നീ നിന്റെ ജോലി മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അവർ പോയി കഴിഞ്ഞപ്പോൾ അവർ കുക്ക് ഉണ്ടല്ലോ അവരോട് ചോദിക്കുകയാണ്. ഈ ഒരു കുക്ക് പറയാണ്, അത് പിന്നെ ആരോടും പറയണ്ട, കുറച്ചു കാലം മുന്നേ നിന്നെ പോലെ തന്നെ വേലക്കാരിയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാ ആ ഒരു കൊച്ചിനെ നോക്കാനായിട്ട്. എന്നൊരു ദുരൂഹമായ സാഹചര്യത്തിൽ അവളെ കാണാതായി, അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. പിന്നെ ജോയി, നീ ഈ പറയുന്നത് പോലെ ആ ഒരു വല്ലാത്ത രൂപത്തെ ഞങ്ങളാരും കാണുന്നില്ലല്ലോ, നീയും നീ ആ ഒരു കുട്ടിയും മാത്രമേ കാണുന്നുള്ളല്ലോ. ഇതേ സമയത്ത് നമ്മുടെ ജോയി പറയാണ്, എന്ത് നിങ്ങൾ ആരും അങ്ങനെ ഒരു രൂപം കണ്ടിട്ടില്ലാന്നോ? അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൊക്ക് വേഗം തന്നെ അവിടുന്ന് പോകാൻ കേട്ടോ. അതായത് ഇവരും എന്തൊക്കെയോ ചില കാര്യങ്ങൾ അറിയുന്നതിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ജോയിയോട് പറഞ്ഞെങ്കിലും പൂർണ്ണമായിട്ടും പറയുന്നില്ല. ഇതേ സമയത്താണ് ഭക്ഷണം കഴിക്കാനായിട്ട് ആ ഒരു ഡ്രൈവർ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഡ്രൈവറോടും ജോയി ഈ ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയാണ്, 5 വർഷങ്ങൾക്ക് മുന്നേ അവൾ ഇവിടെ ജോയിൻ ചെയ്തതാണ്, നമ്മുടെ മേഡവുമായിട്ട് അവൾക്ക് വല്ലാത്തൊരു ബന്ധമായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവളെ കാണാതായി, എങ്ങോട്ടേക്ക് പോയെന്ന് ആർക്കും അറിയില്ല. അതായത് ജോയി ഇപ്പോഴും കൺഫ്യൂഷൻ ആവുകയാണ്, എങ്ങോട്ടേക്ക് പോയെന്ന് ആർക്കും അറിയില്ല. അതായത് ആ ഒരു മിസ്സിംഗിൽ വെച്ചാണ് എല്ലാവരും നിർത്തുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ആരും പറയുന്നില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, മോൾക്ക് ഭക്ഷണവും മരുന്നും കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും എടുത്തുകൊണ്ട് നേരെ ഗയയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവളുടെ അമ്മയായിട്ടുള്ള ഉമ റൂമിലിരുന്ന ഗയെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു ഡ്രോയിങ് അവൾ സ്ഥിരമായിട്ട് വരക്കാറുണ്ട്, ഇതെന്തിനെങ്ങനെ വരച്ചത്, ഇങ്ങനെ വരക്കാൻ പാടില്ല എന്ന് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കൊച്ചുകുട്ടിയെ വല്ലാതെ ഈ ഒരു ഉമ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡ്രോയിങ് മേടിച്ച് ഭയങ്കര ദേഷ്യത്തിൽ ഇവിടുന്ന് പോവാണ്. എന്തായാലും ജോയി നേരെ കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾ അതുപോലെ ഒരുപാട് ചിത്രം വരച്ചിട്ടുണ്ട്. 3 ആൾക്കാരുടെ ചിത്രമാണത്. അപ്പൊ വെറുതെ ഒരു രസത്തിന് ജോയി ഇത് ചോദിക്കുകയാണ്, അല്ല ഗയ ഇത് ആരൊക്കെയാണ്, നീ ഒന്ന് പറഞ്ഞു തരും ചോദിക്കുമ്പോൾ ഗയ പറയാണ്, ഇത് എന്റെ അച്ഛൻ, ഇത് എന്റെ അമ്മ. അപ്പൊ മൂന്നാമത്തെ ആരാന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ആ ഒരു പഴയ വേലക്കാരി ഉണ്ടല്ലോ പ്ലോയി, അവരാണ്. ശരിക്കും എന്തിനാണ് കുട്ടി ഇങ്ങനെയുള്ള ഈ ഒരു ചിത്രം വരക്കുന്നത്? ആകെ ഞെട്ടിപ്പോവാണ്. എന്തായാലും ഇതിനുശേഷം എന്തുകൊണ്ടാ ഉമ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഇത്രയും ദേഷ്യപ്പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജോയി അവൾ അറിയാതെ അവരുടെ റൂമിലേക്ക് എത്തി നോക്കുമ്പോൾ ഗയ വരച്ച ആ ഒരു ചിത്രം ഉണ്ടല്ലോ അതിലേക്ക് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് ഈ ഉമ അങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ഒരു ടേബിൾ ഡ്രോയിലേക്ക് ഇത് എടുത്തു വെക്കുകയാണ്. ഉമ പോയി കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ജോയി പോയിട്ട് ആ ഒരു ചിത്രം എടുത്ത് നോക്കുകയാണ്. ഇതേപോലെ തന്നെ 3 ആൾക്കാരുടെ ചിത്രമാണ്. ഒന്ന് ഗയ വരച്ചത് അവളുടെ അച്ഛൻ്റെത്, രണ്ടാമത്തേത് അവളുടെ അമ്മയുടെ ഫോട്ടോ, മൂന്നാമത്തേത് ആ ഒരു വേലക്കാരിയുടെ ഫോട്ടോ. എന്തിനാ ഇത് കണ്ട് ഇവരിങ്ങനെ വല്ലാതെ ഇമോഷണൽ ആവുന്നത്? ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജോയി ഉണ്ടല്ലോ ഈ മിറാക്കിനെ ഒന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യാനായിട്ട് ഇയാളുടെ ആ ഒരു റൂമിലേക്ക് ചെന്ന് നോക്കുകയാണ്. ഇയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബുക്ക് ഷെൽഫിന്റെ അടുത്തേക്ക് നോക്കിയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം പ്ലോയി എന്നൊക്കെ സംസാരിക്കുമ്പോൾ ആ ഒരു എന്താ പറയാ ബുക്ക് ഷെൽഫിന്റെ ആ ഒരു മിറർ ഉണ്ടല്ലോ അതിലൊരു റിഫ്ലക്ഷൻ ഇപ്പൊ ജോയി കാണുന്നുണ്ട്. ഒരു വല്ലാത്ത രൂപം. പെട്ടെന്ന് തന്നെ ജോയി അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് ഞാൻ അവിടെ എന്തോ ഒന്നിനെ കണ്ടു, ഞാൻ കണ്ടു എന്ന് പറയാണ്. ഇപ്പൊ ചെറിയൊരു റഫ് ആയിട്ടുള്ള സൗണ്ടിൽ മിറാക്ക് ചോദിക്കുകയാണ്, നീ എന്താ കണ്ടത്? ആ ഫോട്ടോയിൽ നിങ്ങൾ കാണിച്ചെന്ന ആ ഒരു വേലക്കാരി ഉണ്ടല്ലോ അവളുടെ അതേ രൂപത്തെ
ദേഷ്യം വന്ന മിറാക്ക് ഇപ്പോൾ ജോയിയോട് ഇവിടുന്ന് പോകാൻ വേണ്ടി പറയാണ്. ജോയ് പോയി കഴിഞ്ഞ ശേഷം അവിടെ ഉണ്ടായിരുന്ന ചെയറിലിരുന്ന് അവിടെ ഉണ്ടായിരുന്ന പുസ്തകം എടുക്കുകയാണ്. അതിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് മിറാക്ക് അതിലേക്ക് നോക്കുന്നുണ്ട്. ഇവിടെ വെച്ച് മിറാക്ക് അവന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. അതായത് ഇവരുടെ ഈ ഒരു വീട്ടിൽ വലിയൊരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. ഉമയും നല്ല ഹാപ്പിയാണ്, മിറാക്കും നല്ല ഹാപ്പിയാണ്. എന്നാൽ അത് വെറും ഒരു അഭിനയം മാത്രമാണ് കേട്ടോ. ഇപ്പൊ ഇവരോട് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി എന്തുകൊണ്ടാണ് നിങ്ങളൊരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ശ്രമിക്കുന്നുണ്ട്, അധികം വൈകാതെ നമുക്കൊരു കുഞ്ഞു ബേബി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ ഉള്ളിൽ യാതൊരു രീതിയിലുള്ള റിലേഷനും കാര്യങ്ങളും നടക്കുന്നില്ല. പിന്നെ എങ്ങനെയാ കുട്ടികൾ ഉണ്ടാവുക? എന്തായാലും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. ആ ഒരു രാത്രി തന്നെ ഉമയും മിറാക്കും തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്ക് നടക്കുകയാണ്. അതായത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ഈഗോയുടെ പ്രശ്നമുണ്ട്. പിന്നെ ബേസിക്കലി ഉമ ഒരു ലെസ്ബിയൻ ആണെന്ന് തോന്നുന്നു. അതായത് ആണുങ്ങളോട് വലിയ ഇഷ്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ടൈപ്പ് ലേഡീസ് ഉണ്ടാവുമല്ലോ, ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളാ തോന്നുന്നു. എന്തായാലും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മിറാക്കും പോയിട്ട് മറ്റൊരു ഭാഗത്ത് ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആ ഒരു പ്ലോയ് വരുന്നുണ്ട് കേട്ടോ. ഇദ്ദേഹത്തെയും സമാധാനിപ്പിക്കുകയാണ്. അതായത് പ്ലോയ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നിഷ്കളങ്കിയായിട്ടുള്ള പെൺകുട്ടിയാണ്. ആര് സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടാലും അങ്ങോട്ട് പോയിട്ട് സമാധാനിപ്പിക്കും. അങ്ങനെ സമാധാനിപ്പിക്കാനായിട്ട് മിറാക്കിന്റെ അടുത്തേക്ക് ചെന്നതാണ്. പക്ഷേ മിറാക്ക് ആ ഒരു കാര്യം മറ്റൊരു രീതിയിൽ എടുക്കുകയാണ്. അതായത് പ്ലോയുമായിട്ട് അവനൊരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണം അവിടെ വെച്ച്. അതായത് ഭാര്യ ഒരു ഭാഗത്ത് വെച്ച് ഈ പ്ലോയ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഭാര്യയുടെ ഭർത്താവായിട്ടുള്ള മിറാക്കും പ്ലോയ് ഉപയോഗിക്കുകയാണ്. അതായത് ഇവർ രണ്ടുപേരും മിറാക്കും ഉമയും ശാരീരികമായിട്ട് പ്ലോയെ നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ മിറാക്ക് അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയില്ല, ഉമയ്ക്കും മിറാക്കിനും അവരുടെ ഉള്ളിൽ നല്ല കുറ്റബോധമുണ്ട്. ഇതിനുശേഷം നമ്മുടെ ഗയെ കാണിക്കുകയാണ്. അവളുടെ അടുത്ത് തന്നെ ജോയ് ഉണ്ട്. അവൾക്ക് ഉറക്കം വരുന്നില്ല. ഇതേ സമയത്തിന് ജോയിയോട് ഒരു കഥ പറഞ്ഞു തരുമോ ചേച്ചിന്ന് ചോദിക്കുന്നുണ്ട്. ജോയി അവൾക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നിയ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ചേച്ചിയുടെയും അനിയത്തിയുടെയും കഥ. ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ടുപേർക്കും. എന്നൊരു ഘട്ടത്തിൽ ആ ചേച്ചിക്ക് അനിയത്തിയെ വിട്ട് പോകേണ്ടി വരികയാണ്. അനിയത്തി ആ ഒരു കാര്യത്തിൽ ഒരുപാട് വിഷമിച്ചു എന്നൊക്കെ ഏതോ ഒരു പുസ്തകത്തിൽ നോക്കി ജോയി അങ്ങനെ വായിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ജോയി ഗയോട് ചോദിക്കുകയാണ്, അല്ല നീ ആ ഒരു വേലക്കാരിയെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ കാണുന്ന ആ ഒരു രൂപം അതെന്താണെന്ന് അറിയാൻ ചോദിക്കുമ്പോൾ ഇപ്പൊ ഗയ പറയാണ് അത് ആ ഒരു പ്ലോയാണ്. ഞാൻ അവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ ഗയ ഈ ജോയിയുടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ രൂപത്തിൽ, അതായത് വല്ലാത്തൊരു പേടിപ്പിക്കുന്ന രൂപത്തിൽ ഇടക്കിടക്ക് കാണാറുണ്ട്. എന്തായാലും തിരിഞ്ഞു നോക്കിയ ജോയി പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. എന്നാൽ മോളെ നോക്കുന്ന അതേ സമയത്തിന് ആ കട്ടിലിനരികിലായിട്ട് ആ സാധനം ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് ജോയ് വല്ലാതെ പേടിച്ച് ഉറച്ചു പോവാണ്. അതേ സമയത്ത് തന്നെ ഇവിടെ നിന്നും ഈ ഒരു ജോയ് മറ്റെവിടെയോ എത്തിയതുപോലെ അവൾക്ക് ഫീൽ ആവുകയാണ്. അതായത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആ ഒരു ആത്മാവുണ്ടല്ലോ, ആ ആത്മാവ് ജോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് പ്ലോയ് എന്ന ആ ഒരു വേലക്കാരി ഉമയുമായിട്ടും ബന്ധമുണ്ടായിരുന്നു, മിറാക്കുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. എന്നാൽ മിറാക്കുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ അവൾ പ്രഗ്നന്റ് ആയി. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം ഉമയും അറിയുന്നുണ്ട്, മിറാക്കും അറിയുന്നുണ്ട്. ഇതിന്റെ പേരിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നൊന്നുമില്ല. രണ്ടുപേരും പ്ലോയുമായിട്ട് റിലേഷൻ ഉള്ളത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. മാത്രമല്ല പ്ലോയ് ഇപ്പോൾ പ്രഗ്നന്റ് ആണ്, അവൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നുണ്ട്. സോ ആ ഒരു കുഞ്ഞിനെ ഇവർക്ക് രണ്ടുപേർക്കും ആവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് എന്താ കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതെന്ന്. എന്നാൽ ഇവരുടെ ഇടയിൽ യാതൊരു റിലേഷനും കാര്യങ്ങളും നടക്കാനും പോകുന്നില്ല. അതായത് ഉമയ്ക്ക് നല്ല അഹങ്കാരമാണ്, പണക്കാരിയായിട്ടുള്ള ആ ഒരു പെണ്ണ് ആ രീതിയിൽ. സോ ഈ ഒരു കോംപ്ലക്സ് മിറാക്കിന്റെ ഉള്ളിലുണ്ട്. അവളുടെ അഹങ്കാരത്തിന് അവളുടെ അടുത്തേക്ക് നിന്ന് കൊടുക്കില്ല എന്നുള്ള ആ ഒരു കോംപ്ലക്സ്. അതായത് ഇവർക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്ലോയ്ക്ക് ജനിക്കാൻ പോകുന്ന ആ ഒരു കുഞ്ഞിനെ ഇവർക്കായിട്ട് എടുക്കാൻ ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ 10 മാസം കഴിഞ്ഞു, കുഞ്ഞ് ജനിക്കുകയാണ് കേട്ടോ. ആ ഒരു കുഞ്ഞിനെ ഉമയും മിറാക്കും അവരുടെ കുഞ്ഞിനെ പോലെ തന്നെ ലീഗലി മാറ്റിയെടുക്കുകയാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ പ്ലോയുടെ കുഞ്ഞായിരുന്നു. ആ കുഞ്ഞ് മറ്റാരുമല്ല, നമ്മുടെ ഗയ തന്നെയാണ്. ഗയ നന്നായിട്ട് തന്നെ പ്ലോയ് നോക്കും. അങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാത്റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടാൻ നിൽക്കുമ്പോൾ അവിടെ തന്നെ ഈ ഒരു പ്ലോയ് വഴുതി തെന്നി വീഴാണ്. ഈ കാര്യങ്ങളൊക്കെ ജോയ് ഇങ്ങനെ കാണുകയാണ്. അതായത് ആ ഒരു ആത്മാവ് കാണിച്ചു കൊടുക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ. എന്തായാലും തെന്നി അടിച്ച് വീണ പ്ലോയുടെ തല നിലത്തടിച്ച് ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അവൾ പെടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യമെല്ലാം നമ്മുടെ ജോയ് ഇങ്ങനെ നേരിട്ട് കാണുകയാണ്. അത് അവൾ കാണുമ്പോൾ അവളുടെ നെഞ്ച് പൊട്ടുകയാണ്. എന്താന്ന് വെച്ചാൽ അവിടെ കിടന്ന് പെടയുന്ന ആ ഒരു പ്ലോയ് മറ്റാരുമില്ല, ഈ ജോയിയുടെ സ്വന്തം ചേച്ചിയായിരുന്നു. കുറച്ചു നേരം മുന്നേ ഗയ ഉറക്ക വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു കഥ പറഞ്ഞു കൊടുത്തായിരുന്നല്ലോ, ഒരു ചേച്ചിയുടെയും അനിയത്തിയുടെയും കഥ. ശരിക്കും അത് ജോയിയുടെ കഥയായിരുന്നു. അവൾ ചെറിയ പ്രായത്തിലിരിക്കുമ്പോൾ അവളുടെ ചേച്ചി അവളെ വിട്ടുകൊണ്ട് ഒരു ജോലിക്ക് പോയി. ആ ജോലിക്ക് വന്ന സ്ഥലമാണ് ഈ ഒരു വലിയ വീട്. കാശിന്റെ കഷ്ടപ്പാടുള്ളത് കൊണ്ട് എന്റെ ചെറിയ അനിയത്തിയായിട്ടുള്ള ജോയെ ഉപേക്ഷിച്ചുകൊണ്ട് അന്ന് ഈ ഒരു പ്ലോയ് പോയതാണ്. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? പ്ലോയെ ഭാര്യയും ഭർത്താവും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിച്ചു. അവരുടെ ആവശ്യം കഴിഞ്ഞു, അവർക്കൊരു കുഞ്ഞിനെയും ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ബാത്റൂമിൽ കിടന്ന് വീണ് പെടഞ്ഞുകൊണ്ടിരിക്കുന്ന പ്ലോയെ അവർക്ക് ആവശ്യമില്ല. സോ അവൾ വീണ് കിടക്കുന്നത് കണ്ടിട്ടും അതറിയാത്തതുപോലെ ഉമ്മ അവിടുന്ന് പോവാണ്. ഈ കാര്യമെല്ലാം ജോയി കാണുന്നുണ്ട്. അവളിങ്ങനെ നിലവിളിക്കുകയാണ്, ചേച്ചിയെ രക്ഷപ്പെടുത്ത് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇത് അവളുടെ ഒരു കാഴ്ചയിലൂടെ ആ ഒരു ആത്മാവ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത് മാത്രമാണ്. എന്തായാലും ഈ ഒരു വിവരം മിറാക്കും അറിയുന്നുണ്ട്. രണ്ടുപേർക്കും എങ്ങനെയെങ്കിലും ഈ ഒരു പ്ലോയി മരിച്ചാൽ മതിയെന്നായി. അതായത് ഇവിടെ വലിയൊരു കാര്യം നടന്നിട്ടുണ്ട്, ആ സീക്രട്ട് പുറത്തു പോവാതിരിക്കാനായിട്ട്. അങ്ങനെ അവസാനം മരണപ്പെട്ടു പോയ പ്ലോയുടെ ആ ഒരു ബോഡി ഇവിടുത്തെ വേലക്കാരെല്ലാവരും ചേർന്നാണ് ഒരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയിട്ട് അവരുടെ തോട്ടത്തിൽ കുഴിച്ചിടുന്നത്. അന്ന് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈ കാര്യമെല്ലാം ജോയി കാണുന്നുണ്ട്. ശരിക്കും ഇവർ മരിച്ചു എന്ന് കരുതുന്ന പ്ലോയി ശരിക്കും മരണപ്പെട്ടിട്ടില്ലായിരുന്നു. അവൾ
അവൾക്ക് ജീവനുണ്ടായിരുന്നു. അത് ഇവർ കണ്ടു കേട്ടോ. എന്നിട്ട് അവർ ചെയ്ത ആ ഒരു മഹാപാപം എന്താ വെച്ചാൽ ജീവനോടെ പ്ലോയെ അവരവിടെ കുഴിച്ചു മൂടുകയാണ്. ഇത് കണ്ട ജോയി നിലവിളിച്ചുകൊണ്ട് കുഴിച്ചിട്ട് അവളുടെ ചേച്ചിയെ മാന്തി എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് റിയാലിറ്റി അല്ല. അവൾ കാണുന്ന വെറും ആ ഒരു കാഴ്ച മാത്രമാണ്. തന്റെ ചേച്ചിക്ക് അവൾ ഒരുപാട് സ്നേഹിച്ച അവളുടെ ചേച്ചിക്ക് സംഭവിച്ച ഈ ഒരു കാര്യം കണ്ട് ശരിക്കും ജോയി വിറച്ചു പോകുന്നുണ്ട് കേട്ടോ. മനസ്സ് തകർന്ന് അവൾ അവളുടെ ആ ഒരു റൂമിൽ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ അവളുടെ വിഷമങ്ങളെല്ലാം മാറ്റിയിട്ട് അവളിപ്പോ നോർമൽ ആവുന്നുണ്ട്. അടുത്ത സീനിൽ ഉമയെ കാണിക്കുകയാണ്. ഉമ ഇപ്പോൾ സീനിയർ ആയിട്ടുള്ള ആ ഒരു സെർവന്റിനെ വിളിച്ചിട്ട് ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇന്ന് രാത്രി ഈ വീട്ടിൽ വലിയൊരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. പ്രധാനപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് തന്നെ പാർട്ടിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. ഓക്കെ മേഡം എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെയിൻ സെർവന്റ് ഇവിടുന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്തിന് നമ്മുടെ ജോയിക്ക് ചില മെന്റൽ പ്രോബ്ലങ്ങളുണ്ട്. അത് നോക്കാനായിട്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോക്ടറെ അടുത്ത് പോകാറുണ്ട്. അപ്പൊ ആ ഒരു ഡോക്ടർ ചോദിക്കുകയാണ്, മോളെ പഴയ പോലെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ജോയ് പറയണേ ഏയ് ഡോക്ടർ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാന്ന്. ഇതേ സമയത്താണ് അവളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നത്. ഇതിനു മുന്നേ ജോലി ചെയ്ത അവർ ഇംഗ്ലീഷുകാരുടെ വീട്ടിൽ നിന്ന് എന്തിനാ വന്നത്? അവളെ അബ്യൂസ് ചെയ്യാൻ നോക്കിയതിന്റെ പേരിലാണ്, അല്ലാതെ അവർ ഈ നാട്ടിൽ നിന്ന് പോയതിന്റെ പേരിലല്ല. എന്നാൽ ആ ഒരു ജോലി വിട്ട് അവൾ വെറുതെ അങ്ങ് പുറത്തേക്ക് വന്നതല്ല, അബ്യൂസ് ചെയ്യാൻ നോക്കിയ ആളെ കൂത്തി കയറിയിട്ടാണ് വന്നത്. അതായത് ഇത്രയും പാവമായിട്ട് ഒരു കുട്ടിയെ പോലും നമ്മൾ കാണുന്ന ഈ ഒരു ജോയി ഉണ്ടല്ലോ, അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു സൈക്കോ വയലന്റ് ആയിട്ടുള്ള ഒരു പെണ്ണുണ്ട്. അബ്യൂസ് ചെയ്യാൻ നോക്കിയ ആ ഒരു മനുഷ്യനെ കൂത്തി കയറി കൊന്നു കളഞ്ഞു. ഇത് കണ്ടു വന്ന അയാളുടെ ഭാര്യയും കൊന്നിട്ടുണ്ട്. ഭാര്യയെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചാൽ ഇല്ല. അതായത് അവളുടെ ഉള്ളിൽ തന്നെ ഒരു സൈക്കോ മെന്റാലിറ്റി ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരാളാണ് ഈ ഒരു ജോയി. പുറത്തുനിന്ന് നോക്കുമ്പോൾ ആർക്കത് മനസ്സിലാവില്ല. അതുപോലെ അവൾക്ക് മറ്റൊരു പ്രശ്നമുണ്ട്, ഇൻസോമാനിയ. രാത്രി ഉറക്കില്ല, വെറുതെ എഴുന്നേറ്റ് അങ്ങനെ നടക്കും. ആ കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടല്ലേ. സോ അത് അവളുടെ ആ ഒരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം ഇപ്പോഴുണ്ടോ ചോദിക്കുമ്പോൾ ജോയി പറയണേ ഇല്ല ഡോക്ടർ, അതൊക്കെ നോർമലായി എന്ന് പറയണം. എന്നാൽ അവളുടെ ഉള്ളിൽ അവൾ തന്നെ ചിരിക്കുന്നുണ്ടായിരുന്നു. എവിടെയും പോയിട്ടില്ല. അവളുടെ ഉള്ളിൽ ആ ഒരു സൈക്കോ അത് അവളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ബേസിക്കലി അവൾ ഒരു സൈക്കോയാണ്. പക്ഷെ അവളുടെ ഉള്ളിൽ ഇപ്പൊ ഒരു റിവെഞ്ച് മനോഭാവം വന്നിരിക്കുകയാണ്. അവൾ ഒരുപാട് സ്നേഹിച്ച അവളുടെ ചേച്ചി പ്ലോയെ ക്രൂരമായിട്ട് കൊന്നവരോടുള്ള ഒരു റിവെഞ്ച് അതെങ്ങനെ അവൾ തീർക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ചാപ്റ്റർ 2 ഇവിടെ ക്ലോസ് ആയി. ചാപ്റ്റർ 3 ഇവിടെ തുടങ്ങുകയാണ്. അതായത് രാത്രി ആവാനായിട്ടുണ്ട്. ഇപ്പൊ ഒരു ഫംഗ്ഷനും നടക്കാനായിട്ടുണ്ട്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം ലീവ് ആയിരുന്ന ജോയ് ഇപ്പൊ തിരിച്ചിങ്ങോട്ടേക്ക് വരികയാണ്. ഇത് കണ്ട ഒരു ഡ്രൈവർ എങ്ങോട്ടാ പോയി ചോദിച്ചപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് പോയതാന്ന് പറയാണ്. എന്തായാലും ഇതിനുശേഷം അവിടെയുള്ള എല്ലാ സെർവന്റും ഈ ഒരു പാർട്ടിക്ക് വേണ്ടി റെഡിയാവുകയാണ്. ഇതേ നേരം വീട്ടിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഉമ അതുപോലെ തന്നെ മിറാക്ക് രണ്ടുപേരും ഈ ഒരു പാർട്ടിക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ജോയിയെ നോക്കുകയാണെങ്കിൽ അവളും റെഡി ആവുന്നുണ്ട്. എന്നാൽ അവളുടെ കയ്യിൽ വേറെ എക്സ്ട്രാ ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഒരു സിറിഞ്ച്, അതിൽ കുറച്ച് മരുന്നുകൾ, പിന്നെ വേറെ കുറച്ച് ആയുധങ്ങൾ എല്ലാം അവൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ ഡ്രൈവറെ കാണിക്കുകയാണ്. എന്തോ ഒരു ആവശ്യത്തിനായിട്ട് പുറത്ത് നേരെ കാറിലേക്ക് പോയിരിക്കുന്നുണ്ട്. ഇയാൾക്ക് എന്തോ വലിവിന്റെ അസുഖം ഉണ്ട് തോന്നുന്നു. സോ അതിന്റെ ആ ഒരു മരുന്ന് അടിക്കാൻ വേണ്ടി പോയതാണ്. ഇപ്പൊ ഇയാൾ വന്ന സമയത്ത് ഇയാളുടെ പിറകാലെ തന്നെ ജോയി വരികയാണ്. ഇപ്പൊ ജോയി അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആ ഒരു പ്ലോയെ കുറിച്ച് എന്തെങ്കിലും അറിയണോ? ഇപ്പൊ ദേഷ്യത്തിൽ അയാൾ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എനിക്കൊന്നും അറിയില്ലാന്ന്. ഇപ്പൊ ജോയി ചുറ്റും നോക്കുകയാണ്, ആരെങ്കിലും ഉണ്ടോന്ന്. ആരുമില്ല. ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുക്കുകയാണ്. ഒരൊറ്റ ഇടലാണ് ഇയാളുടെ തലയിലേക്ക്. ശ്വാസം മുട്ടിച്ച് ഇയാൾ അങ്ങനെ കൊല്ലുന്നുണ്ട്. ഇതിനുശേഷം ആ ഒരു തമാശക്കാരിയായിട്ടുള്ള കുക്ക് സെർവന്റ് ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്കറിയോ പ്ലോയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്? എന്ന് ഇപ്പൊ ആ ഒരു കുക്ക് സെർവന്റിന് ഉള്ളിൽ വല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ ജോയിയുടെ ആ ഒരു ഭാവം, ആറ്റിറ്റ്യൂഡ്, ഇതിനെല്ലാത്തിനും വല്ലാത്തൊരു വ്യത്യാസം പോലെ. ആർക്കായാലും അത് കാണുന്ന സമയത്ത് ഒരു പേടി വരും. ആ പേടി ഇപ്പോൾ ഈ ഒരു സെർവന്റിന് വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ഇതേ സമയത്ത് പാർട്ടി ഹാളിൽ കാണിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഉമ്മ ചോദിക്കുകയാണ്, ബാക്കിയുള്ള സെർവന്റ് ആ ഒരു ഡ്രൈവർ ഇവരൊക്കെ എവിടെ പോയി, ആരെയും കാണാനില്ല ചോദിച്ചപ്പോൾ ഞാനിപ്പോ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ ഒരു മെയിൻ സെർവന്റ് പുറത്തേക്ക് പോവാണ്. ഡ്രൈവറുടെ ആ ഒരു കാറിലേക്ക് നോക്കിയപ്പോൾ അയാൾ അതിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുകയാണെന്ന് കരുതിയിട്ട് ഈ സെർവന്റ് അങ്ങോട്ടേക്ക് പോയിട്ട് ഇയാൾ വിളിക്കണം, ഡോ ഒന്ന് എഴുന്നേൽക്കെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അപ്പോഴേക്കും ഇവരുടെ പിന്നാലെ വന്ന നമ്മുടെ ജോയി ഉണ്ടല്ലോ ഇവരെ തള്ളി കാറിന്റെ ഉള്ളിലേക്ക് കയറ്റി ദേഹത്തേക്ക് ഒരു വിഷത്തിന്റെ മരുന്ന് കുത്തി കയറ്റാണ്. ആ സമയത്ത് പറയുന്നുണ്ട്, എല്ലാവരും കൂടി എന്റെ ചേച്ചിയെ കൊലക്ക് കൊടുത്തല്ലേ, കുഴിച്ചിട്ടല്ലേ എന്റെ ചേച്ചിയെ. അവളുടെ റിവെഞ്ച് അവളിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം നേരെ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അതായത് തമാശക്കാരിയായിട്ടുള്ള ആ ഒരു പാചകക്കാരിയെ അവിടെ ഒരു ചെയറിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ ജോയിയുടെ ഈ കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ പേടിച്ച് വിറച്ച് അവൾ നിലവിളിക്കുന്നുണ്ട്. എന്നാൽ ആ ശബ്ദമൊന്നും ആരും കേൾക്കുന്നില്ല. ഇതിനുശേഷം എല്ലാവർക്കും വേണ്ടി കൊടുക്കാൻ വെച്ച വൈനില് നമ്മുടെ ജോയി എന്തൊക്കെയോ മരുന്നുകൾ കലർത്തുകയാണ്. എന്നിട്ട് ആ ഒരു വൈനുമായിട്ട് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടിക്കൊണ്ട് പോവാണ്. എല്ലാവരും നന്നായിട്ട് കഴിക്കുക, എല്ലാ ഗസ്റ്റിനെയും നന്നായിട്ട് തന്നെ ജോയി ട്രീറ്റ് ചെയ്യാണ്. എന്നാൽ അവളുടെ ഉള്ളിൽ കുടിക്കുക എല്ലാത്തിനും വെച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. ഇതിനുശേഷം നേരെ കിച്ചണിലേക്ക് തന്നെ പോവാണ്. അതിനുശേഷം അവളൊരു റെയിൻ കോട്ട് ഇട്ട് ധരിക്കുകയാണ്. കയ്യിലൊരു കത്തിയുണ്ട്. ഇത് കണ്ട് ആ ഒരു വേലക്കാരി ആകെ ഭയന്നിങ്ങനെ പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോയി പറയാണ്, നീ എന്തിനാ പേടിക്കുന്നത്, ഞാൻ നല്ലൊരു പാട്ട് വെക്കാം, എന്നിട്ട് ഞാൻ ഡാൻസ് കളിക്കാം. നല്ലൊരു പാട്ട് വെക്കുകയാണ്. എന്നിട്ട് ആ ഒരു കത്തിയും പിടിച്ച് അവളിങ്ങനെ എന്താ പറയാ, ഒരു സൈക്കോപാത്തിന്റെ എക്സ്ട്രീം ലെവൽ എന്ന് പറയാം. കണ്ട പീക്കിരി പോലത്തെ ഒരു പെണ്ണും അങ്ങനെ ഡാൻസ് കളിച്ച് ആ കത്തി എടുത്ത് ഒരേറ്റ വീശലാണ് സെർവന്റിന്റെ കഴുത്ത് കയറി പോവാണ്. ഞാൻ പറഞ്ഞില്ലേ കഥയുടെ അവസാനം എത്തുമ്പോൾ ഇത് എക്സ്ട്രീംലി വയലന്റ് ആയിരിക്കുമെന്ന്. വയലൻസ് തന്നെയാണ്. പക്ഷെ ആ വയലൻസ് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ പലപ്പോഴും എന്നോട് പറയാറുണ്ട് വേറെ ചാനലുകളിൽ ഇതുപോലെ വയലൻസ് കാണിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എന്താ
കാണിക്കാതെന്ന്. മച്ചാമാരെ, യൂട്യൂബിന്റെ റൂൾസ് ശരിക്കും അതിന് സമ്മതിക്കില്ല. ഇനിയിപ്പോ ഞാൻ അങ്ങനെ ഇട്ടാൽ തന്നെ പല കുട്ടികൾക്കും ഇത് കാണാൻ വരെ പറ്റില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ റിസ്കിലൂടെ പോകുന്നത്? നമ്മുടെ ഈ ഒരു ചാനൽ എപ്പോഴും നിലനിൽക്കണം എന്ന് തന്നെയല്ലേ ഞാനും അതുപോലെ നിങ്ങളും ആഗ്രഹിക്കുക. സോ റിസ്ക് നമ്മൾ എടുക്കാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വയലൻസ് ഒരു പരിധിയിൽ കൂടുതൽ കാണിക്കാൻ കഴിയില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ചില സീനുകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും അടുത്ത സീനിൽ കാണിക്കുന്നത് പാർട്ടി ഹാളിലാണ്. അവിടെ ഇപ്പൊ എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. ഇതിനിടക്ക് നമ്മുടെ മിറാക്ക് പറയണം, ഇന്ന് ശരിക്കും ഈ ഒരു പാർട്ടി എന്തിനാ വിളിച്ചെന്ന് വെച്ചാൽ എന്റെ ഭാര്യ ഉമയുടെ ബർത്ത്ഡേ ആണ്. ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇവർ പറയുന്നതെങ്കിലും ഇവരുടെ ഉള്ളിൽ നല്ല അകൽച്ചയുണ്ട്. വെറുതെ ചുമ്മാ സന്തോഷം അഭിനയിക്കുകയാണ്. ഇതിനിടയിൽ മിറാക്കിന് അവന്റെ അമ്മായച്ചന്റെ കോള് വരികയാണ്. ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോണിൽ സംസാരിക്കാനായിട്ട് ഇവൻ നേരെ മുകളിലേക്ക് ചെല്ലുകയാണ്. അടുത്ത സീനിൽ ജോയെ കാണിക്കുകയാണ്. ജോയ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഉമയെ എങ്ങനെ കൊല്ലണം, ഇങ്ങനെ കുത്തിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കുത്തിയിട്ടോ അവളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സൈക്കോപാത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പ്രതികാരം കൊണ്ട് അവൾ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നുമല്ല ഇപ്പൊ നടക്കാൻ പോകുന്ന ഒരു സംഭവമുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടുനോക്ക്. എന്തായാലും ജോയ് വീണ്ടും ഓരോ വൈനും ഭക്ഷണവുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഉമ ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അറിയില്ല മാഡം, ചിലപ്പോൾ മുകളിലുണ്ടാവും, ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഉമ നേരെ മുകളിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ എല്ലാവർക്കും നന്നായിട്ട് വൈനും കാര്യങ്ങളും ജോയ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം നേരെ ഗയയുടെ റൂമിലേക്ക് പോവാണ്. അവളുടെ ചെവിയിൽ ഒരു ഹെഡ്സെറ്റ് വെച്ച് കൊടുക്കുകയാണ്. അത് നല്ല ഉച്ചത്തിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ആ ഒരു പാർട്ടി ഹാളിലേക്ക് തന്നെ വരികയാണ്. എല്ലാവരും നന്നായിട്ട് വൈന് കുടിച്ചിട്ടുണ്ട്. സോ അതിൽ ചേർത്ത് ആ ഒരു മരുന്ന് കാരണം ചിലർക്ക് ബോധക്ഷയം വരുന്നുണ്ട്, ചിലവർ ചോര ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ റെയിൻകോട്ട് ഇട്ട ജോയ് ഉണ്ടല്ലോ കത്തിയുമായിട്ട് ചാടി ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ അങ്ങോട്ടേക്ക് ഒരു ചോര കളി തന്നെയായിരുന്നു. എന്തിനാണെന്ന് അറിയില്ല, ഇതുപോലെയുള്ള പണക്കാരോട് ജോയിക്ക് ഉള്ളിൽ വല്ലാത്തൊരു പക പോലെ ഈ ഒരു വർഗ്ഗമാണ് അവളുടെ ചേച്ചി ഇല്ലാതാക്കി എന്നുള്ള ആ ഒരു ദേഷ്യം കാരണം ഓരോ മനുഷ്യനെയും അവളുടെ ഉള്ളിൽ ആ ഒരു പ്രതികാരം, ആ ഒരു പ്രതികാരത്തിന് അവൾ തീറ്റ കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്രൂരമായിട്ട് ആണുങ്ങളെന്നില്ല പെണ്ണുങ്ങളെന്നില്ല എല്ലാവരെയും കുത്തി കുത്തി കൊന്നുകളയാണ്. വല്ലാത്തൊരു സീനാണിത്. പക്ഷെ എനിക്കിത് കാണിക്കാൻ കഴിയില്ല. കാണിച്ചാൽ നമ്മുടെ ചാനൽ അപ്പ അടിച്ചു പോകും. എന്തായാലും താഴെ ഇതുപോലെ ഘോരമായിട്ടുള്ള ഓരോ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഇതൊന്നും അറിയാതെ ഉമ അവളുടെ റൂമിൽ തന്നെയാണ് കണ്ണാടിയിൽ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ജോയ് വരുന്നുണ്ട്. ജോയ് വീണ്ടും വന്ന് ഉമയോട് ചോദിക്കുകയാണ്, പ്ലോയ് അവളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോന്ന്? ഇപ്പൊ ഈ ഉമയുടെ കയ്യിൽ ഒരുപാട് കത്തുകൾ ഉണ്ടായിരുന്നു. ആ ഒരു കത്തെല്ലാം എടുത്തിട്ട് ജോയെ കാണിച്ചിട്ട് പറയാണ്, ഇതെല്ലാം നീ നിന്റെ ചേച്ചിക്ക് വേണ്ടി അയച്ചതല്ലേ, എനിക്കറിയാം നീ പ്ലോയുടെ അനിയത്തിയാണെന്ന്. ഇവിടെ വെച്ച് ഉമ നന്നായിട്ടൊന്ന് അഭിനയിക്കുകയാണ്. അവൾ എവിടെ പോയെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് നമ്മളെല്ലാം ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിന്നെ പോലെ തന്നെ നിന്റെ ചേച്ചി പ്ലോയെ ഞങ്ങളെല്ലാവരും ഒരുപാട് സ്നേഹിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുമ്പോൾ ഈ ഉമയുടെ അടുത്തേക്ക് ജോയ് വന്നിട്ട് അവളങ്ങനെ നോക്കുന്നുണ്ട്. മാത്രമല്ല ജോയ് കൊടുത്ത ആ ഒരു വൈന് ഉമയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കും എന്തോ പോലെ ആവുകയാണ്. അവളുടെ മുഖത്ത് നോക്കിയിട്ട് ജോയ് ചോദിക്കുകയാണ്, ഈ മരിക്കാൻ നേരത്തും എന്തിനാടി പച്ച നുണ പറയുന്നത്? നിങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എന്റെ ചേച്ചിയെ ജീവനോടെ നിങ്ങൾ കുഴിച്ചും കൂടിയില്ലേ? ഞാനത് കണ്ടടി എന്ന് പറഞ്ഞിട്ട് അവൾ ആക്രമിക്കാൻ നിൽക്കുമ്പോഴേക്കും ഈ ഉമയുണ്ടല്ലോ ജോയുടെ ദേഹത്തേക്ക് വീഴാണ്. അവൾ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ശബ്ദം കേൾക്കാണ്, ഉമ എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. ആ ശബ്ദം കേട്ട് ഉമ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. പ്ലോയുടെ ശബ്ദമായിരുന്നത്. ആ ശബ്ദം കേട്ട് ഡൈവേർട്ടായ ഉമയുടെ കഴുത്ത് നോക്കി തന്നെ നമ്മുടെ ജോയ് ഒരു 4-5 തവണ കുത്തുകയാണ്. ചോര തെറിച്ച് ഒഴുകുന്നുണ്ട്. ചങ്ക് കീറിപ്പോയിന്ന് പറയാലോ. ആ ഒരു ഭാഗം മുഴുവനും അങ്ങനെ രക്തത്തിൽ നിറഞ്ഞു കിടക്കുകയാണ്. താളം കെട്ടി കിടക്കുകയാണ്. ഇതൊന്നും അറിയാതെ ഈ മിറാക്ക് അവന്റെ റൂമിലുണ്ട്. അവന്റെ അമ്മയപ്പനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ദേഷ്യം കൊണ്ട് മിറാക്ക് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഒരു മോളും കുറെ നാളെ തന്തയും മോളും കൂടെ എനിക്കിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട നിങ്ങളുടെ ഈ ഒരു ജോലിയും സ്വത്തുവൊന്നും, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഫ്രസ്ട്രേഷൻ കൊണ്ട് മിറാക്ക് ആ ഒരു കോള് കെട്ടിയാണ്. അതായത് മിറാക്കും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഇരയാണ്. പക്ഷെ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അവനും ചെയ്തു പോയിട്ടുണ്ട്. പ്ലോയ് അവള് പാവായിരുന്നില്ലേ, അവളെ കൊല്ലാൻ കൂട്ടു നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപകടത്തിൽപ്പെട്ട് അവൾ വീണപ്പോഴും അവളെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ഇവള് കുഴിച്ചിടാൻ നേരത്തും അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. അവളെ രക്ഷപ്പെടുത്തായിരുന്നു, എന്നിട്ടും രക്ഷപ്പെടുത്തിയില്ല. അതുകൊണ്ട് ഈ മിറാക്കും ദയ അർഹിക്കുന്നില്ല. എന്തായാലും മിറാക്കിനും എന്തോപോലൊരു തലചുറ്റലൊക്കെ തോന്നുകയാണ്. നേരെ താഴെ ആ ഒരു പാർട്ടി ഹാളിലേക്ക് വന്നു നോക്കുമ്പോൾ ഒരാൾ പോലും നിലവിൽ അപ്പൊ ജീവനോടെ ഇല്ല. മാത്രമല്ല ഹാളിന്റെ ഒരു ഭാഗത്തായിട്ട് പയ്യെ പയ്യെ തീയും പൊന്താൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഈ മിറാക്കിനൊട്ടും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ അവൻ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് തീയിനിടയിൽ നിന്നും ഒരാൾ വരുന്നുണ്ട്. മിറാക്ക് നോക്കുമ്പോൾ അത് പ്ലോയ് ആയിരുന്നു. പ്ലോയ് നീയോ, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലോയിയോട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ അവന്റെ വയറ്റിലേക്ക് തന്നെ ഒരു കത്തി വന്ന് കയറുകയാണ്. അതായത് അത് പ്ലോയ് ആയിരുന്നില്ല, നമ്മുടെ ജോയ് ആയിരുന്നു. കുത്തുകൊണ്ട് നിലത്ത് വീണുപോയ ഈ മിറാക്കിന്റെ നെഞ്ചിലേക്കും കഴുത്തിലേക്കും എത്ര തവണ നമ്മുടെ ജോയ് കുത്തിയെന്ന് അറിയില്ല. കുത്തി 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 അവനെ കീറി വലിച്ചിടുകയാണ്. വളരെ ബ്രൂട്ടലായിട്ട് തന്നെ മിറാക്കിനെ കൊന്നു കളയുന്നുണ്ട്. ഇതിനുശേഷം നേരെ ജോയ് പോകുന്നത് നമ്മുടെ ഗയയുടെ മുറിയിലേക്കാണ്. ഗയ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൾ നല്ല പാട്ട് കേട്ട് കിടക്കുകയാണ്. ഇവിടെ സംഭവിച്ചതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. ഈ വീട്ടിൽ ജീവനോടെ ഈ ജോയ് അതുപോലെ തന്നെ ഗയ ഇവര് രണ്ടുപേരും അല്ലാതെ വേറെ ആരും ബാക്കിയില്ല. എല്ലാവരും രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. ജോയിയെ കണ്ട സമയത്ത് തന്നെ ഗയ ചോദിക്കുകയാണ്, മിസ് ജോയ് നിങ്ങൾ എന്താ ഇവിടെ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ എന്നെ വിളിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ ജോയ് പറയാണ്, മിസ് ജോയ് അല്ല
ആന്റി ജോയ്, ഇനി അങ്ങനെ മോൾ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. എന്തായാലും ഈ ഒരു വലിയ വീട് വിട്ട് മോള് പുറത്തേക്ക് പോയിട്ടില്ലല്ലോ, മോൾക്ക് ഒരു അസുഖമില്ല, മോൾ എന്തായാലും പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗയയും കൂട്ടിയിട്ട് ജോയ് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആദ്യമായിട്ട് ഈ വീട് വിട്ട് ഗയ പുറത്തേക്ക് വന്നു. ശരിക്കും അവളുടേതല്ല ഈ ഒരു വീട്, അവളുടേതല്ല ഈ ഉമയും മിറാക്കും അവിടെയുള്ള ആരും. അവളുടെ അമ്മ ഇവർ കൊന്നു കളഞ്ഞു, ക്രൂരമായിട്ട് ഇവൾ ഇതിന്റെ ഉള്ളിൽ പൂട്ടി വെച്ചു. പാവം കുഞ്ഞ്. ഇനി ആ ഒരു കുഞ്ഞ് സ്വതന്ത്രമായിട്ട് പുറം ലോകത്ത് ജീവിക്കട്ടെ. അവളുമായിട്ട് ജോയ് പുറത്തേക്ക് വന്നു. ആ ഒരു വീട് മുഴുവനായിട്ട് ഇപ്പൊ നിന്ന് കത്തുകയാണ്. എന്ന് ഇത്രയൊക്കെ ചെയ്തിട്ട് സൈക്കോ ലെവൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത ജോയ് ഉണ്ടല്ലോ പുറത്തേക്ക് വന്നിട്ട് ആ നിലത്തിരുന്ന് കരയാൻ തുടങ്ങുകയാണ്. അവൾ ഒരു സൈക്കോയായി മാറിയത് വെറുതെ ഒന്നുമല്ല, അവൾ ഒരുപാട് സ്നേഹിച്ച് അവളുടെ ചേച്ചിക്ക് സംഭവിച്ച ആ ഒരു കാര്യങ്ങൾ കണ്ടാണ്. സോ ആ വീടിന്റെ നിലത്തിരുന്നു കൊണ്ട് അവൾ നിലവിളിച്ച് കരയുന്നുണ്ട്. പിന്നെ ആ ഒരു കുഞ്ഞുമായിട്ട് അവൾ പോവുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. എങ്ങനെ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്റ്റോറി സെലക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിലൂടെ പറയണം. പിന്നെ ഞാൻ എന്നും ഇടുന്ന ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ പറയാ. ഈ ഒരു വീഡിയോ ഇഷ്ടമായി, ഇഷ്ടമായിട്ടില്ല, അങ്ങനെയാണെങ്കിലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ കഥ രസമില്ല, കഥ രസമുണ്ട് എന്നൊക്കെ. ഇനി പഥവാ നിങ്ങൾ കുറെ പേരൊക്കെ രസമില്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള കഥകൾ ഞാൻ ഒഴിവാക്കും. നിങ്ങൾ കുറെ പേരൊക്കെ നല്ല രസമുള്ള കഥയാണ് ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കഥകൾ കൂടുതലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെയല്ലേ എനിക്ക് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ തീർച്ചയായിട്ടും നിങ്ങൾ റെസ്പോൺസ് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.